ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പം ഫൈനൽ ഡെസ്റ്റിനേഷന്റെ 6ാമത്തെ ഭാഗം ബ്ലഡ് ലൈൻ എന്നുള്ള സിനിമ ഇപ്പം കണ്ടു. സിനിമ നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്തിനാണോ കാണാൻ പോകുന്നത് അത് തരുന്നുണ്ട്. കാരണം ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫ്രാഞ്ചൈസി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ബ്ലഡ് പാത്തും പിന്നെ കുറച്ച് ആക്സിഡന്റില് കൂടെയുള്ള മരണം അങ്ങനത്തെ ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷന്റെ സിനിമ കണ്ടവർക്കറിയാം എങ്ങനായിരിക്കും ആ ഒരു സിനിമയ്ക്കകത്ത് ഫുള്ള് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതെല്ലാം നമുക്കറിയാം. നമ്മൾ സ്റ്റോറിയും ഒരു പിണ്ണാക്കും നോക്കിയല്ല ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ ഒരു സിനിമ കാണാൻ പോകുന്നത് തന്നെ കുറച്ച് ആക്സിഡന്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാണാൻ വേണ്ടി പോകുന്നതാണ്. അത് ഇപ്പം എങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അതാണ് ശരിയായുള്ള കാര്യം. അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ പേര് പോലെ തന്നെ ബ്ലഡ് ലൈൻ എന്നുള്ള ഒരു ഫാമിലിയുമായിട്ട് എങ്ങനെ കണക്ട് ആയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പത്തെ ഫ്രാഞ്ചൈസിയിലൊന്നും ഇങ്ങനത്തെ ഒരു സ്റ്റോറി ലൈൻ അല്ലായിരുന്നു. അതിനെക്കാട്ടിലും കുറച്ചൊരു വ്യത്യാസം അത് മാത്രമേ ഇത് കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അതേ രീതിയൊക്കെ തന്നെയാണ്. നമ്മൾ ഒരു സിനിമ എന്തിനാണോ പോകുന്നത് അത് തരുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സിനിമയിൽ അങ്ങനെ വലിയ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. മൊത്തത്തിൽ കണ്ടിരിക്കാനും പറ്റും. അത്രയൊക്കെ ഉള്ളൂ. ഈ സിനിമ ഈ ഒരു ഫ്രാഞ്ചൈസി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ബാക്കിയുള്ളവർക്ക് നോർമലി ഇഷ്ടപ്പെടാതിരിക്കാനൊക്കെ ഉള്ള സാധ്യതകൾ കാണാം. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇതിന് മുമ്പത്തെ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും അതിൻ്റെ ആക്സിഡന്റ് അതിൻ്റെ ആ ഒരു ഇതല്ലാതെ നമുക്ക് വേറൊന്നും ഓർമ്മ കാണത്തില്ല. അതേപോലെ തന്നെ ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോഴും ഇതിലെ കുറച്ച് സീനൊക്കെ അതേപോലെ നമ്മുടെ മൈൻഡിൽ നിൽക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഫ്രണ്ട്സ്. ആരെങ്കിലും ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ ദ ബ്ലഡ് ലൈൻ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.